ഛത്തീസ്ഗഡിലെ കാങ്കർ ജില്ലയിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 3 നക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടു. BSFും SSBയുമായി പോലീസ് നടത്തിയ സംയുക്ത ഓപ്പറേഷനിലാണ് നക്സലൈറ്റുകളെ വധിച്ചത്. കൊല്ലപ്പെട്ടവരിൽ നിന്ന് 3 തോക്കുകളും സേന കണ്ടെടുത്തു. കോയാലിബേഡയിലെ വനമേഖലയിലാണ് നക്സലൈറ്റുകളുമായി ഏറ്റുമുട്ടൽ നടന്നത്. 4 കോടി രൂപയുടെ സ്വർണം പിടികൂടി മുംബൈ കസ്റ്റംസ്. 3 ദിവസത്തിനുള്ളിൽ 9 വ്യത്യസ്ത കേസുകളിലായാണ് മുംബൈ കസ്റ്റംസിന്റെ സ്വർണ്ണവേട്ട. ഇതിനു പുറമെ ഐഫോണും പിടികൂടിയ വസ്തുക്കളിൽ ഉൾപ്പെടുന്നു. ബീഹാറിൽ കാർ കണ്ടെയ്നറുമായി കൂട്ടിയിടിച്ച് 9 പേർ മരിച്ചു. ബീഹാറിലെ കൈമൂർ ജില്ലയിലാണ് സംഭവം. സസാറാമിൽ നിന്ന് വാരണാസിയിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ബൈക്ക് യാത്രികനെ ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട കാർ ഡിവൈഡർ കടന്ന് റോങ് സൈഡ് കയറിയാണ് കണ്ടെയ്നറുമായി കൂട്ടിയിടിച്ചത്. ഉത്തർപ്രദേശിൽ പടക്ക ഫാക്ടറിയിലുണ്ടായ സ്ഫോടനത്തിൽ 7 തൊഴിലാളികൾ മരിച്ചു. കൗശാംബി ജില്ലയിലെ ഭാർവാരിയിലാണ് സംഭവം. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരിച്ചവരിൽ ഫാക്ടറി ഉടമയും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ട് പറഞ്ഞു. 4000 മെഗാവാട്ട് ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റങ്ങളുടെ വികസനത്തിനായുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ്ങിനുള്ള പദ്ധതിക്ക് അന്തിമ രൂപം നൽകാൻ കേന്ദ്രമന്ത്രി RK സിംഗിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിൽ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. അടുത്ത കാലത്തായി ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റങ്ങളുടെ വിലയിൽ ഗണ്യമായ കുറവുണ്ടായതായി കേന്ദ്രമന്ത്രി പറഞ്ഞു.